ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽ റെപ്രസെൻറ്റേഷനാണ്. പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ. നമുക്ക് ഡാറ്റ സ്ട്രക്ചറിൽ പോളിനോമിയലിനെ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബൈ യൂസിങ് അറേസ് ആൻഡ് ബൈ യൂസിങ് ലിങ്ക് ലിസ്റ്റ് ആണല്ലോ. അപ്പം അറേസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഡൈനാമിക്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് എങ്ങനെയാണ് അറേ യൂസ് ചെയ്തുകൊണ്ട് ഒരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള. നമുക്കൊരു സാമ്പിൾ പോളിനോമിയൽ എടുക്കാം. സാമ്പിൾ പോളിനോമിയൽ നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഒരു സാമ്പിൾ പോളിനോമിയൽ നോക്കിയേ. ഏതാണ് പോളിനോമിയൽ? 4x³ പ്ലസ് 6x² പ്ലസ് 7x പ്ലസ് 9. ഇതാണ് നിങ്ങൾ പോളിനോമിയൽ വെച്ചു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്? 3 ആണല്ലോ. എക്സിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി 3. ഏറ്റവും ലോവസ്റ്റ് ഡിഗ്രി ഏതാണ്? 9x⁻0 എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവസ്റ്റ് ഡിഗ്രി 0യും ഹയസ്റ്റ് ഡിഗ്രി 3 അല്ലേ. അപ്പോൾ ഇതിനെ എന്താ പറയുക, നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിൽ കൺസിഡർ ചെയ്യാം. ആദ്യം 9x⁻0, 7x, 6x² 4x³ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അതായത് ഞാൻ പറയുന്നത് 9x⁻0 പ്ലസ് 7x⁻1 പ്ലസ് then 6x² പ്ലസ് 4x³ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു അറേ ഉണ്ടാവും. ആ അറേയുടെ ലോവസ്റ്റ് ഇൻഡെക്സ് എപ്പോഴും നിങ്ങൾക്കറിയാം 0യും ഹയസ്റ്റ് ഇൻഡെക്സ് സൈസ് -1 ആയിരിക്കും ആണല്ലോ. അപ്പോൾ ലോവസ്റ്റ് ഇൻഡെക്സിൽ ലോവസ്റ്റ് ഡിഗ്രിയിലെ കോഎഫിഷ്യൻ്റ് ഏതാണോ അത് സേവ് ചെയ്യുക ആണല്ലോ. ലോവസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ x⁻0 അതായത് കോൺസ്റ്റൻറ്റിൻ്റെ പൊസിഷനിൽ വരുന്ന 9 ആണ് അല്ലേ. അപ്പോൾ 9 ഫസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ സേവ് ചെയ്യും. ദെൻ അടുത്ത ലൊക്കേഷനിൽ അതായത് അറേയുടെ ഇൻഡെക്സ് 1ൽ നമ്മൾ ഡിഗ്രി 1 ആയിട്ടുള്ള ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് അതേതാണ്? 7 ആണല്ലോ. 7 നമ്മളിവിടെ സേവ് ചെയ്യും. 7. ദെൻ നമ്മൾ ഡിഗ്രി 2 എടുക്കും. ഡിഗ്രി 2 വരുന്ന ടേമിൽ എന്താണ്? 6 ആണല്ലേ കോഎഫിഷ്യൻ്റ്. 6 ഇവിടെ സേവ് ചെയ്യും. ദെൻ ഹയസ്റ്റ് ഡിഗ്രി 3 ആണ്. 3യുടെ ഹയസ്റ്റ് ഡിഗ്രി വരുന്ന ടേമിലെ കോഎഫിഷ്യൻ്റ് എന്താണ്? 4 ആണ് അല്ലേ. അപ്പോൾ 4 ഇവിടെ സേവ് ചെയ്യും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും സേവ് ചെയ്യുന്നുണ്ടാവുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു പോളിനോമിയൽ എടുക്കുക, അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ കൺസിഡർ ചെയ്യുക. റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ ലോവസ്റ്റ് ഡിഗ്രി ആദ്യം. സാധാരണ നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി മുതൽ ലോവസ്റ്റ് ഡിഗ്രി വരെയാണ് നിങ്ങൾ എഴുതാറ് അല്ലേ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. പക്ഷേ അതിന് നേരെ റിവേഴ്സ് ഓർഡറിൽ എടുക്കുക. ലോവസ്റ്റ് ഡിഗ്രി ആദ്യം, ഹയസ്റ്റ് ഡിഗ്രി അവസാനം എന്നുള്ള രീതിയിൽ. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് നോക്കാം. 3x⁵ പ്ലസ് 7x² പ്ലസ് 15. ഇതാണ് എൻ്റെ പോളിനോമിയൽ എന്ന് വെച്ചോ ആണല്ലോ. അപ്പോൾ എൻ്റെ പോളിനോമിയൽ പി ഓഫ് എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിൻ്റെ ലോവസ്റ്റ് ഡിഗ്രി ഏതാണ്? 0 തന്നെയാണ്. ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്? 5 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ റിവേഴ്സ് ഓർഡറിൽ കൺസിഡർ ചെയ്യണം. റിവേഴ്സ് ഓർഡറിൽ കൺസിഡർ ചെയ്യാൻ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ അങ്ങോട്ട് വായിച്ചാൽ മതി. ഓക്കെ, ആദ്യം 15 വരും, ദെൻ 7x² വരും, ദെൻ 3x⁵5 വരും ആണല്ലോ. അപ്പോൾ ഇതിന് അറേയിലേക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അറേയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കൊരു അറേ വേണം അല്ലേ. അപ്പോൾ ഈ അറേനെ എടുക്കുകയാണ്. പക്ഷേ ഇതിൽ ഡിഗ്രി 3 വരെ സേവ് ചെയ്യാനുള്ള സ്പേസേ ഉള്ളൂ. ഞാൻ 2 സ്പേസും കൂടി കൂട്ടുകയാണ്. ഇൻഡെക്സ് 4 ഉണ്ട്, 5 ഉണ്ട് എന്ന് വെച്ചോ. ഇൻഡെക്സ് 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ 15നെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 15x⁻0 ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡിഗ്രി 0 വരുന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 15 ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ 15 വരും. ഇനി ഡിഗ്രി 1 വരുന്ന ടേമിൽ
കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ 0 വരാം. ദെൻ ഡിഗ്രി 3 ഉള്ളതോ? ഡിഗ്രി 2 ഉള്ളതിൻ്റെ കോഎഫിഷ്യൻറ്റ് 7 ആണ്. ഡിഗ്രി 3 ഉള്ളത് ഇവിടെ ഇല്ല, 0. ഡിഗ്രി 4 ഉള്ളതും 0. ഡിഗ്രി 5 ഉള്ള എത്രയായിരിക്കും? 3. ഇതേ മോഡലായിരിക്കും അറേ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഹയസ്റ്റ് ഡിഗ്രി എത്രയാണോ അത്രയും എന്താ പറയുക സൈസുള്ള അറേ നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നിങ്ങളെ അറേയുടെ സൈസ് 10ഉം നിങ്ങൾ സേവ് ചെയ്യാൻ പോകുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി 15 ആണെങ്കിൽ ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. എന്തായിരിക്കണം? അപ്പോൾ നമ്മൾ ഹയസ്റ്റ് പോളിനോമിയലായിട്ടും സൈസ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഓക്കെ, നമുക്ക് അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒരു പ്രോഗ്രാം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പോളിനോമിയലിൻ്റെ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയേ, പോളിനോമിയൽ 1 ഉണ്ട്, പോളിനോമിയൽ 1 ഉണ്ട്, 2 ഉണ്ട്, പോളിനോമിയൽ 3 ഉണ്ട്. അപ്പോൾ 3ലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1ഉം 2ഉം നമ്മൾ ആദ്യം റീഡ് ചെയ്യും. അതിൻ്റെ സൈസ്, എല്ലാത്തിൻ്റെ സൈസ് മാക്സ് പറഞ്ഞേക്കുന്ന എന്താ പറയുക, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ, അപ്പോൾ 10 സൈസുള്ള മാക്സിമം 10 ഡിഗ്രിയുള്ള പോളിനോമിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 10 അല്ല, മീൻസ് 9 വരെയുള്ള, ഡിഗ്രി 9 വരെയുള്ളത് എന്ന് വെച്ചാൽ സൈസ് 10 ആയതുകൊണ്ട് 0 to 9 വരെയുള്ള പോളിനോമിയൽസ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഐ എന്നുള്ള ഇൻറ്റീജർ ഉണ്ട്. ഡിഗ്രി 1, ഡിഗ്രി 2, ഡിഗ്രി 3 3 ഡിഗ്രീസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഹയസ്റ്റ് ഡിഗ്രി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പോളിനോമിയൽ 1ൻ്റെ. ദെൻ സെക്കൻഡ് പോളി 2യുടെ ഹയസ്റ്റ് ഡിഗ്രി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിഗ്രി 3 എന്ന് പറഞ്ഞേക്കുന്ന പോളി 3, അതായത് നിങ്ങൾക്ക് സം ചെയ്ത് ആഡ് ചെയ്യുന്നത് പോളി 3 എന്ന് പറഞ്ഞേക്കുന്ന പോളിനോമിയലിലേക്കാണ്, പോളിനോമിയൽ അറേയിലേക്കാണ്. അതിൻ്റെ ഡിഗ്രി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഡിഗ്രി ഓഫ് ഫസ്റ്റ് പോളിനോമിയൽ. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി നമ്മൾ എൻ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ 3 ആണെന്ന് വെച്ചോ. ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ്? 3 ആണെന്ന് വെച്ചോ, 3. ഓക്കെ, ദെൻ അടുത്ത പോളിനോമിയലിൻ്റെ ഡിഗ്രി എൻ്റർ ചെയ്യണം. അതായത് സെക്കൻഡ് പോളിനോമിയലിലും 3 ആണെന്ന് വെച്ചു, 3. ദെൻ പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പ്രിൻ്റ് ഓഫ് എൻ്റർ ഫസ്റ്റ് പോളിനോമിയൽ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് i = 0 മുതൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി 1. അതായത് 0 മുതൽ ഡിഗ്രി 1 വരെ, അതായത് ഇപ്പോഴത്തെ കേസിൽ 3 വരെ, 0 മുതൽ 3 വരെയുള്ള തവണ നമ്മൾ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. ആദ്യത്തെ തവണ ഐയുടെ വാല്യൂ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താണ്, ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് എൻ്റർ ചെയ്യണം ആണല്ലോ. അപ്പോൾ ഡിഗ്രി 0 ആയേക്കുന്ന ഇതിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ആണല്ലോ. നമ്മൾക്കറിയാം ലോവസ്റ്റ് ഡിഗ്രിയാണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നത്, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1 ആണെന്ന് വെച്ചു. അപ്പോൾ കോൺസ്റ്റൻറ്റ് പൊസിഷന് വേണ്ടി x⁻0 എന്നുള്ള പൊസിഷനിൽ വന്ന് 1. ദെൻ അടുത്തതിൽ i 1 ആവുന്ന സമയത്ത് ഞാൻ 2 എൻ്റർ ചെയ്തു. അപ്പോൾ ദെൻ i 2 ആവുന്ന സമയത്ത് ഞാൻ 3 എൻ്റർ ചെയ്തു. ദെൻ 3 ആവുന്ന സമയത്ത് ഞാൻ 4 എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ പോളിനോമിയൽ എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, 1 + 2x + 3a² + 4x³ ഇതാണ് നമ്മൾ എൻ്റർ ചെയ്ത പോളിനോമിയൽ. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പോളിനോമിയൽ എൻ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി എന്തായിരുന്നു? 3 ആണ് അല്ലേ, ഡിഗ്രി 3 ആണ്. അപ്പോൾ 0 മുതൽ 3 വരെയുള്ള എന്താ പറയുക, കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 5 എൻ്റർ ചെയ്തു, ദെൻ 6, 7, 8. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 5x⁻0 + 6x + 7x² + 8x³ ഇതായിരിക്കും ഉണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡിഗ്രി 3യുടെ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിഗ്രി 3യുടെ വാല്യൂ ഏതാണ്? ഡിഗ്രി 3യുടെ വാല്യൂ
അപ്പോൾ നമ്മൾ 2 പോളിനോമിയൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ 2 പോളിനോമിയൽ ഇപ്പോൾ പിയും ക്യൂവും 2 പോളിനോമിയൽ ഉണ്ടെങ്കിൽ പിയുടെ ഡിഗ്രി 2ഉം ക്യൂയുടെ ഡിഗ്രി 3 ആണെങ്കിൽ നമ്മളെ റിസൾട്ടൻറ്റ് സം പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ഹയസ്റ്റ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ 3യും 3യും തന്നെയാണുള്ളത് അല്ലേ? 3യും 3യും തന്നെയാണ്. 3 3 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ 3 ഗ്രേറ്റർ ദാൻ 3 അല്ല നമുക്ക് അങ്ങനെയാണെങ്കിൽ 3 ഈക്വൽ ടു ആണ് അല്ലേ? 3 ഈക്വൽ ടു ആണ്. 3 ഈക്വൽ ടു 3 ആയതുകൊണ്ട് നമ്മൾ ഡിഗ്രി 3 ആയിട്ട് എന്തായിട്ട് കൺസിഡർ ചെയ്യും? 2 സെയിം ആണ്. അതുകൊണ്ട് എന്താ പറയുക, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഡിഗ്രി 3 ആയിരിക്കും നമ്മളെ പോളി 3 എന്ന് പറഞ്ഞിരിക്കുന്ന സം ചെയ്ത് കിട്ടുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് ചുമ്മാ ആഡ് ചെയ്താൽ മതി. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ ആഡ് ചെയ്യാം? എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? I0 കൊടുക്കുക, ഡിഗ്രി നേരത്തെ പോലെ തന്നെ, എന്നിട്ട് പോളി 3 ഓഫ് I is equal to പോളി 1 ഓഫ് I പ്ലസ് പോളി 2 ഓഫ് I കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആഡ് ചെയ്യാം? ഇപ്പോൾ നമുക്ക് കേസിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു 1 2 3 4ഉം 5 6 7 8ഉം ആണ് അല്ലേ? അതായത് ഇത് ഓരോന്നും എക്സ് ഉണ്ടാവും ഇവിടെ, പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടാവും, പ്ലസ് എന്താണ് എക്സ് ക്യൂബ് ഉണ്ടാവും. ഇവിടുത്തെ കേസിലാണെങ്കിൽ 6x ഉണ്ടാവും, പ്ലസ് 7x സ്ക്വയർ ഉണ്ടാവും, പ്ലസ് 8x ക്യൂബ് ഉണ്ടാവും. അപ്പോൾ 1ഉം 5ഉം കൂടെ ആഡ് ചെയ്തു, എന്ത് കിട്ടും? 6 കിട്ടും. അത് ഇൻഡെക്സ് 0യിൽ നിങ്ങൾ സേവ് ചെയ്യും, ഇൻഡെക്സ് 0യിൽ. ദെൻ 2ഉം 6ഉം ആഡ് ചെയ്ത് 8 എവിടെ ആഡ് ചെയ്യും? എവിടെ സേവ് ചെയ്യും? ഇൻഡെക്സ് 1 എന്നുള്ള സ്ഥലത്ത് സേവ് ചെയ്യും, അറേയുടെ. ദെൻ 3ഉം 7ഉം 10 എവിടെ സേവ് ചെയ്യും? ഇൻഡെക്സ് 2ൽ സേവ് ചെയ്യും. ദെൻ 4ഉം 8ഉം 12 എന്ന് പറഞ്ഞാൽ എവിടെ സേവ് ചെയ്യും? ഹയസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള ഇൻഡെക്സ് പൊസിഷൻ ഏതാണ്? 3ൽ സേവ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും അറേയിൽ ഉണ്ടാകുന്ന വാല്യൂസ്. ഇനി അതിനെ ഈ കാണുന്ന രൂപത്തിൽ അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്താൽ മതി. ഈ കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള പ്രോഗ്രാംസ് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഈ ഒരു സംഭവം എങ്ങനെയാണ് ഒരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ് അറേ റെപ്രസെൻറ്റേഷൻ. ഇനിയുള്ളത് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത്. ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ തന്നെ നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളറിയാം, ലിങ്ക് ലിസ്റ്റിൽ നോഡിലാണ് ഒരു ഡാറ്റ സേവ് ചെയ്തേക്കുന്നത് ആണല്ലോ. അപ്പോൾ നോഡ് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡാറ്റ പാർട്ടും അതേപോലെ ലിങ്ക് പാർട്ടും ആണല്ലോ. അപ്പം നമ്മൾ ഓരോ കോഎഫിഷ്യൻസും നമ്മൾ സേവ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഓരോ നോഡിലായിരിക്കും. അത് നിങ്ങൾ ആദ്യം ഓർത്തേക്കുക. ഓരോ കോഎഫിഷ്യൻറ്റും നമ്മൾ സേവ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഒരു നോഡിലായിരിക്കും. അപ്പോൾ നോഡിനൊരു സ്ട്രക്ചർ വേണം. നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ഉപയോഗിക്കുന്ന നോഡിനൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചറിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നോഡ് സ്ട്രക്ചറിൽ നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് എന്ത് സേവ് ചെയ്യാൻ പറ്റണം? കോഎഫിഷ്യൻറ്റ് സേവ് ചെയ്യാൻ പറ്റും, ഒരു ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ്. അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പോണൻ്റ് എന്താണെന്നുള്ളത് സേവ് ചെയ്യാൻ പറ്റണം, എക്സ്പോണൻ്റ്. പിന്നെ നെക്സ്റ്റ് നോഡിലേക്കുള്ള എന്താണ്? അഡ്രസ്സും സേവ് ചെയ്യണം. നെക്സ്റ്റ് നോഡിലേക്കുള്ള അഡ്രസ്സും സേവ് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും ഒരു നോഡ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്തിന്? പോളിനോമിയലിൻ്റെ ഒരു നോഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവും? കോഎഫിഷ്യൻറ്റ് സേവ് ചെയ്യാനുള്ള പാർട്ട് ഉണ്ടാവും, എക്സ്പോണൻ്റ് സേവ് ചെയ്യാനുള്ള പാർട്ട് ഉണ്ടാവും. അപ്പോൾ അറേയിലെ കേസിൽ എന്തായിരുന്നു ബുദ്ധിമുട്ട് വന്നേക്കുന്നത്? നിങ്ങളൊരു ടേം ആബ്സെൻ്റ് ആണെങ്കിലും അവിടെ നമ്മൾ എന്താണ് 0 എന്നുള്ള വാല്യൂ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് ആണല്ലോ. ഇവിടെ ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇപ്പം $10x raised to 5 plus 12 എന്ന് പറഞ്ഞേക്കുന്ന ഒരു ടേം ആണെങ്കിൽ ആക്ച്വലി 2 വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യുന്നുള്ളൂ ആണല്ലോ, 10ഉം 12ഉം. പക്ഷേ നമ്മൾ അതായത് 10x raised to 5 ഇങ്ങനെയാണ് വെച്ചാൽ 10 raised to 5 plus 12. അപ്പോൾ നമ്മൾ അറേയുടെ കേസിലാണെങ്കിൽ നമ്മൾ അറേക്ക് എത്ര സൈസ് വേണം? 6 എന്നുള്ള സൈസ് വേണം ആണല്ലോ. ഹയസ്റ്റ് ഡിഗ്രി 5 ആണ്ട് 6 സൈസ് വേണം. ദെൻ ഫസ്റ്റ് ഇൻഡെക്സ് 0യിൽ നമ്മൾ 12ഉം ബാക്കിയുള്ള എല്ലാം 0 വെച്ച് ഫില്ല് ചെയ്യുന്നു.
1 2 3 4 ലൊക്കേഷനും 5th ലൊക്കേഷനിലാണ് നമ്മൾ 10 എന്നുള്ള വാല്യൂ ഫില്ല് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സീറോസ്. അപ്പോൾ നോക്കി ഇത്രയും ലൊക്കേഷൻ അൺയൂസ്ഡ് ആണല്ലോ. പക്ഷേ നമ്മൾ ലിങ്ക് ലിസ്റ്റിലാണ് ഈ ഒരു നോഡ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഞാൻ പറയാം. നമ്മളെ വാല്യൂ എന്തായിരുന്നു? 10x⁵5 + 12. ഇതാണ് നമ്മൾ പോളിനോമിയൽ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ടേം എടുക്കുക, അതിൻ്റെ കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും കണ്ടുപിടിക്കുക. കോഎഫിഷ്യൻറ്റ് 10 ആണ്, എക്സ്പോണൻറ്റ് 5 ആണ്. അപ്പോൾ നമുക്കൊരു നോഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. പി ഓഫ് എക്സ് എന്നുള്ള ഒരു പോളിനോമിയലാണ് വെച്ചു. അപ്പോൾ നമുക്കൊരു നോഡിനെ എന്താ പറയുക, ഫസ്റ്റ് നോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അഡ്രസ്സ് വേണം. നമുക്ക് ഹെഡർ പി എന്ന് കൊടുക്കാം. ആ പിയിലേക്കാണ് നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് അതിൻ്റെ അഡ്രസ്സ്, ഇതിൻ്റെ അഡ്രസ്സ് 2000 ആണെങ്കിൽ ഇവിടെ 2000 സ്റ്റോർ ചെയ്യും. ഓക്കെ. എന്നിട്ട് ഈ നോഡിന് 3 പാർട്ട് ഉണ്ടാവും. 3 പാർട്ട്. ആ പാർട്ടിൽ ഫസ്റ്റ് നോഡ് എടുക്കും. ഫസ്റ്റ് വാല്യൂ 10ഉം 5ഉം സ്റ്റോർ ചെയ്യും. വാട്ട് ഈസ് 10 ഹിയർ? 10 മീൻസ് കോഎഫിഷ്യൻറ്റ്. വാട്ട് ഈസ് 5? ഹയസ്റ്റ് ഡിഗ്രി. ഇവിടുത്തെ കേസ് ഹയസ്റ്റ് ഡിഗ്രി, അല്ലെങ്കിൽ ആ ഒരു ടേമിൻ്റെ ഡിഗ്രി ആണല്ലോ എക്സ്പോണൻറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഏതെങ്കിലും ടേം സ്റ്റോർ ചെയ്യാണ്ടോ? യെസ്, ഒരു ഇതും കൂടി സ്റ്റോർ ചെയ്യാണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത നോഡിൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ്? 12. എക്സ്പോണൻറ്റ് എത്രയാണ്? 0. അങ്ങനെയാണ് ഇവിടെ നള്ള്. ഇനി അങ്ങോട്ട് ടേം ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഇതിൻ്റെ അഡ്രസ്സ് 4000 ആണെങ്കിൽ ആ 4000 ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്യും. ഇതിലേക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് എന്താ ലിങ്ക് ലിസ്റ്റിൽ ഒരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. നോക്കിയേ, ഇവിടെ എത്ര നോഡേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ? ഓൺലി 2 നോഡ്സ്. നേരത്തെ കേസിലാണെങ്കിൽ 6 ലൊക്കേഷൻ നമുക്ക് വേണ്ടി. ഇവിടെ എത്രയാണ്? ആകെ 2 നോഡേ വേണ്ടിയുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു പോളിനോമിയലൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ മോസ്റ്റ് ഓഫ് ദി എന്താ പറയുക ഡിഗ്രി 0 ആണെങ്കിൽ, ടേംസിൻ്റെയും എക്സ്പോണൻ്റ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഏത് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക? പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇത് തന്നെയേ ഉള്ളൂ. ഇതിൻ്റെ അഡീഷനൊന്നും ഇപ്പം നിങ്ങൾ തൽക്കാലം പഠിക്കേണ്ട. ഈ റെപ്രസെൻറ്റേഷൻ പഠിക്കും കേട്ടോ.